നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മാസാകുന്നൊരു പാറ്റാ പാർട്ടി, അതാണിപ്പോൾ എങ്ങും സംസാര വിഷയം. ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു മുന്നേറ്റം അതിപ്പോൾ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ പോലും കടത്തി വെട്ടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ പിന്തുണ വ്യക്തമാക്കിയിരിക്കുന്നു. തകർക്കാൻ ശ്രമിച്ചാലും തിരിച്ചു വരുമെന്ന് അറിയിക്കുന്ന ഈ പാറ്റകൾ തങ്ങൾ തോറ്റു പിന്മാറാനില്ല എന്ന സന്ദേശവും നൽകുന്നുണ്ട്. പ്രതികരിക്കുന്ന ജൻസികൾ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും ഉറ്റുനോക്കുകയാണ് ഏവരും. എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പും CPM കേന്ദ്ര കമ്മിറ്റി യോഗവും IPL വിശേഷങ്ങളും ഒക്കെയുണ്ട്. വാർത്തകൾ കുറച്ചേറെ തന്നെയുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. പ്രധാന വാർത്തകൾ കണ്ട ശേഷം. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. ചരിത്രത്തിലാദ്യമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം. ഭരണപക്ഷത്തു നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി. LDFിൽ നിന്ന് AC മൊയ്തീനും NDAയിൽ നിന്ന് BB ഗോപകുമാറും മത്സരിക്കും. നടപടികൾ രാവിലെ 9 മണിക്ക്. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1-ന്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നു മുതൽ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ കാര്യത്തിൽ PBയിലുണ്ടായ ഭിന്നത ചർച്ചയാകും. പത്തനംതിട്ട വള്ളിക്കോട് ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ വിനോദസഞ്ചാര പദ്ധതി അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. അമ്പൽപൂഞ്ചിറ ടൂറിസം പദ്ധതി സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിപുലമായ പദ്ധതികൾ വേണമെന്ന് നാട്ടുകാർ. കൊല്ലം പേരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ കസ്റ്റമർ സേഫ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 48 പവൻ സ്വർണം കാണാതായി എന്ന പരാതിയിൽ ദുരൂഹത തുടരുന്നു. ബാങ്ക് അധികൃതരിൽ നിന്ന് വ്യക്തമായ വിശദീകരണം ലഭിച്ചില്ല എന്നാരോപിച്ച് ബാങ്കിന് മുന്നിൽ സത്യഗ്രഹ സമരവുമായി പരാതിക്കാരിയും കുടുംബവും. തട്ടിപ്പെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി ബാങ്ക് അധികൃതർ. ISL കിരീടം ഈസ്റ്റ് ബംഗാളിന്. കിരീട നേട്ടം 26 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തിയതോടെ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചത് 2-1-ന്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് വിജയം. ഇന്ന് ബാംഗ്ലൂർ ഹൈദരാബാദിനെ നേരിടും. ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ സ്പീക്കർ ആരാണെന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയാണ്. BB ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥിയാകുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വിവരങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സസ്പെൻസ് ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം തിരുവഞ്ചൂരാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നേരിട്ട് നോക്കിയിട്ട് നടപടിക്രമങ്ങൾ എപ്പോൾ തുടങ്ങും. പക്ഷേ ഒരു ചരിത്രമുണ്ട്, ഇത്തവണ BJP സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളൊരു ചരിത്രം അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറായി തന്നെ 16ാമത് നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ തെരഞ്ഞെടുക്കപ്പെടും, അതിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം പോലെ തന്നെ ഒരു ചരിത്രം കൂടി അടയാളപ്പെടുത്തപ്പെടുകയാണ് എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ BJP സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. BB ഗോപകുമാറാണ്, ചാത്തന്നൂരിൽ നിന്നുള്ള MLA കൂടിയാണ് അദ്ദേഹമാണ് BJP NDAയുടെ സ്ഥാനാർത്ഥിയായി സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ AC മൊയ്തീനാണ് LDFന്റെ സ്ഥാനാർത്ഥി. നിലവിൽ സഭയിൽ 102, 3, ഒപ്പം തന്നെ 35 എന്നിങ്ങനെയാണ് കക്ഷിനില ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ അസാധുവായാൽ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറായിട്ട് തന്നെ ചുമതലയേൽക്കും. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംഗതികളൊക്കെ തന്നെയാണ് ഇന്ന് നടക്കുക. വോട്ടെടുപ്പ് പൂർത്തിയായി 12 മണിയോട് സ്പീക്കറെ തെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിക്കും. അതിനുശേഷം അവർ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ ഇരുവരുമാണ് സ്പീക്കറെ ചെയറിലേക്ക് ആനയിക്കുന്നത്. അതിനുശേഷം അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാനിക്കും. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അത്തരം സംഭവങ്ങളൊക്കെ ഒന്ന് പോയാൽ പക്ഷേ അതിനുശേഷം ഇതിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ തന്നെ സാക്ഷി വഹിക്കുക എന്ന് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്ന സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. 8 തവണ അദ്ദേഹം
നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചെത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള MLA കൂടിയാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ KPCയിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രധാനപ്പെട്ട അച്ചടക്ക സമിതിയുടെ ഉൾപ്പെടെ തന്നെ അങ്ങനെ വലിയ കഴിഞ്ഞ തവണ അദ്ദേഹം ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള പദവികൾ ഈ കഴിഞ്ഞ ഒരു സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുകയും ഒക്കെ തന്നെ നിരവധി വകുപ്പുകൾ ആ സമയത്ത് കൈകാര്യം ചെയ്തിരുന്ന റെക്കോർഡ് കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം വളരെ തമാശകരമായി അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് നമുക്ക് പറയാം. എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. 11-12 മണിയോടുകൂടി അതിന്റെ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയാകും. ശ്രീജ, ശരി. അപ്പം എന്തായാലും 9 മണിയോടുകൂടി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്നാണ് എബി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മത്സരം, ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഇത്തവണയുള്ളത്. എന്തായാലും 9 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് എബി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു വശത്ത് ഈ വിജയിച്ച ആളുകൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതൊക്കെ കണ്ടു. മറുവശത്ത് തങ്ങളുടെ തെറ്റിരുത്തൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, എന്താണ് തെറ്റ് സംഭവിച്ചത്, ആർക്കാണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ളൊരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായി വിലയിരുത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ഒക്കെ തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തലുണ്ട്. അത് എന്തായാലും യോഗത്തിൽ നിന്ന് ചർച്ച ചെയ്യുമെന്നറിയാം. ഒപ്പം തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഒരു തീരുമാനമുണ്ട് PBയിൽ. അതിൽ എതിർപ്പുണ്ടായിരുന്നു. അതൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്ന് ചർച്ചയ്ക്ക് വരില്ലേ? ശ്രീജ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചകളും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. കേരളത്തിൽ കനത്ത പരാജയമാണ് നേരിട്ടത് എന്ന് നേരത്തെ പോളിറ്റ് ബ്യൂറോ തന്നെ വിലയിരുത്തി. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പരാജയവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്താനായിരുന്നു സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന വിമർശനം പോലും പോളിറ്റ് ബ്യൂറോയിൽ ഉയർന്നിരുന്നു. ഒപ്പം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനും അദ്ദേഹത്തെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിലുമെല്ലാം പോളിറ്റ് ബ്യൂറോയിലും വിമർശനമുണ്ടായിരുന്നു. പരസ്യമായി നേതാക്കൾ അക്കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിനെതിരെ വോട്ടുകൾ ഉയരുകയും അതിന് വിമർശനം ഉയരുകയും ഇത്തവണ പിണറായി വിജയൻ മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. ഇക്കാര്യമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഉണ്ടായിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളാണ് എന്ന പ്രതികരണമായിരുന്നു MV ഗോവിന്ദൻ നടത്തിയത്. ഒപ്പം വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യവും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും നിലവിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ചർച്ച നടക്കുക. കാരണം ഈ വേളയിൽ CPMന് ഭരണം ഉണ്ടായിരുന്ന ഒരേ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അവിടെ കൂടി ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ തോൽവിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിലയിരുത്തലും ചർച്ചയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. അതിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് സംബന്ധിച്ച് വിശദമായ ചർച്ചയുണ്ടാകും. ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചില മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ പരസ്യമായി അറിയിക്കുന്നത്. ശരി ജിഷ്ണു, 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. മലയിടം തുരുത്തിലെ അഭിഭാഷക കമ്മീഷനെതിരെ CPM. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയ്പാൽ വാദിയുടെ ബന്ധുവാണെന്നാണ് CPM ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. വാദിയുടെ ബന്ധുവിനെ കമ്മീഷനായി നിയോഗിച്ചതിൽ ദുരൂഹത എന്നും ആരോപണമുണ്ട്. അതേസമയം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് പൂർത്തിയാക്കാൻ കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കുകയാണ്. വിവരങ്ങൾ കിരൺ കുമാർ നൽകും. കിരൺ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിസന്ധിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. കോടതി പറഞ്ഞ സമയം അവസാനിക്കുകയാണ് നാളെ.
മറുവശത്ത് പ്രതിരോധം തീർത്തുകൊണ്ട് CPM നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി CPM വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് തീർത്തും വെല്ലുവിളിയാകുന്നു അല്ലേ ഈ ഒരു വിഷയം? ശ്രീജ, ഏതായാലും ഈ മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ ജനങ്ങൾ ആരോപിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഏകപക്ഷീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ അഭിഭാഷക കമ്മീഷൻ, ഈ ഭൂമി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിച്ചിരുന്ന അഭിഭാഷക കമ്മീഷൻ അത് വാദിയുടെ ബന്ധുവാണ് എന്നുള്ളൊരു കാര്യമാണ്. അഡ്വക്കേറ്റ് ജയപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അഭിഭാഷക കമ്മീഷൻ ഈ നിലവിൽ ഈ ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കുന്ന വാദിയുടെ ബന്ധുവാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണം ഇപ്പോൾ CPM ഏറ്റെടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ അഭിഭാഷക കമ്മീഷനായിട്ട് നിയോഗിച്ച വ്യക്തി അത് ഈ വാദിയുടെ ബന്ധുവാണ് എന്നിരിക്കെ തന്നെ ഇത്തരത്തിലൊരു നിയോഗം നടത്തിയത് അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് CPM ഉന്നയിക്കുന്നത്. ഏതായാലും CPM ഈ സമരപരിപാടി വലിയ രീതിയിൽ തന്നെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നലെ മന്ത്രി P. രാജീവ് അടക്കമുള്ള ആളുകൾ മലയിടം തുരുത്തെത്തുകയും അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് R. ബിന്ദു സ്ഥലത്തെത്തുന്നുണ്ട്. ഇങ്ങനെ വരും ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ നേതാക്കൾ, CPMന്റെ കൂടുതൽ നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഈ പ്രതിഷേധം ശക്തമാക്കി തുടരാനുള്ള ഒരു തീരുമാനം തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സർക്കാർ മാറി എന്ന് കരുതി മലയിടം തുരുത്തിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം P. രാജീവ് മലയിടം തുരുത്ത് സന്ദർശിച്ചതിന് ശേഷം പ്രതികരിച്ചത്. ഏതായാലും ഇന്നും ഈ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പോലീസിൻ്റെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നാളത്തേക്കുള്ളിൽ തന്നെ ഈ കാര്യം പൂർത്തീകരിച്ച്, ഭൂമി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇന്നലെയാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി നൽകിയിരുന്നത്. ആലുവ റൂറൽ SP-ക്കും ഒപ്പം തന്നെ KSEBിക്കും ഫയർ ആൻഡ് റെസ്ക്യൂവിനടക്കം ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. SP അടക്കം നേരിട്ടെത്തി ഇതിന് കുടിയൊഴിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുടിയൊഴിപ്പിക്കലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലീസിനെതിരായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നതാണ്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പിന്നീട് ഈ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിനും വലിയൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സമാധാനപരമായിട്ട് ഇടപെടാൻ കഴിയുമോ അത്തരത്തിൽ സമാധാനപരമായി ഇടപെട്ടുകൊണ്ട് തന്നെ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണം. അതിന് SP തന്നെ നേരിട്ട് മുൻകൈ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ KSEB ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഈ സ്ഥലത്ത് മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കം ഈ സ്ഥലത്തുണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ സമയം അനുവദിച്ചിരിക്കുന്നത് നാളത്തെയോടുകൂടി തന്നെ അവസാനിക്കുകയാണ്. കിരൺ, അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത അറിയേണ്ടതായിട്ടുണ്ട്. അതായത് മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയാണ്. ജൂൺ 4 വരെയാണ് സിന്ധുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാൾ കൂടി ഇന്നലെ പിടിയിലായിരിക്കുന്നു. കേസ് അന്വേഷണം ഏതുവരെയാണ് എത്തി നിൽക്കുന്നത്? ശ്രീജ, ഏതായാലും ഈ മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയിട്ടുള്ള മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റിന് വേണ്ടിയുള്ള ഈ മനുഷ്യക്കടത്തിൽ വലിയ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രധാന പ്രതിയായിട്ടുള്ള സിന്ധുവിനെ ഇന്നലെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഈ സിന്ധുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ സിന്ധുവിന് വലിയ രീതിയിൽ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. മാത്രമല്ല ഇവർ പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്താനുള്ള സാധ്യത കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒന്നാം പ്രതിയാണ് സിന്ധു. കൂടാതെ തന്നെ മറ്റ് 4 പ്രതികൾ കൂടിയുണ്ട്. ഈ 4 പ്രതികളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനുള്ള തെളിവുകളടക്കം കോടതിയിലേക്ക് പോലീസ് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പരാതിക്കാരി 2 പരാതികളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു പരാതി
ബ്യൂട്ടി പാർലറിലെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്, അത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ആ ഇവൻറ്റ് കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു യുവതിയെ ദുബായിൽ എത്തിക്കുകയും പിന്നീട് മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിൽ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഉണ്ടായിരുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ആ കമ്പനി സിന്ധുവിൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ കമ്പനിയുടെ പരസ്യത്തിലടക്കം അഭിനയിച്ചിട്ടുള്ള ചില താരങ്ങളുണ്ട്. ഈ താരങ്ങളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ താരങ്ങൾക്ക് ഈ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഒരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ താരങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ട്, താരങ്ങൾക്ക് ഈ കാര്യത്തിൽ അറിവുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയെ കൂടി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ബിലാൽ എന്ന വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടിയാണ് പ്രധാനമായിട്ടും പിടിയിലാകാനുള്ളത്. ശരി കിരൺ, എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ഇപ്പം ശരിയായിരുന്നു കിരൺ കുമാർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയേക്കും. ഔദ്യോഗിക വെബ്സൈറ്റിലെ തകരാർ മൂലമാണ് തീരുമാനമെന്ന് CBSE അറിയിച്ചു. പോർട്ടൽ അപ്രതീക്ഷിതമായി തകരാറിലായതോടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ആശങ്കയിലായിരുന്നു. വെബ്സൈറ്റിലെ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ ഈ മാസം 23-നാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കോതി ആവിക്കൽ സമരസമിതി. 2010-ൽ ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 388 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 2024-ൽ പദ്ധതി പിൻവലിച്ചുവെങ്കിലും കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2010-ലാണ് ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. 2022 പകുതിയോടെ ആവിക്കൽ തോടിലും കോതിയിലും സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷങ്ങൾ പതിവായിരുന്നു. ഇതിനിടെ സമരത്തിന് പിന്നിൽ വികസന വിരോധികളും തീവ്രവാദ ശക്തികളുമാണെന്നാരോപിച്ച് CPM രംഗത്ത് വന്നത് വിവാദത്തിനിടയാക്കി. ഇത് വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനുമിടയാക്കി. 388 പേർക്കെതിരെയാണ് അന്ന് സമരം ചെയ്തതിന് കേസെടുത്തത്. 3 ലക്ഷത്തിലേറെ പിഴയായി അവർ അടയ്ക്കേണ്ടിയും വന്നു. എന്നാൽ ജനകീയ സമരത്തെ അടിച്ചമർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന് തിരിച്ചടിയായി. വർഷങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ 2024 ജൂലൈയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ കോതി ആവിക്കൽ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇന്നും കേസിന് പിന്നാലെ ഓടുകയാണ്. 388 ആളുകളുടെ പേരിൽ 18 ക്രൈം എടുത്തിട്ടുണ്ട്. അതിൽ ഇനിയും 6 കേസ് ബാക്കിയാണ്. ബാക്കി 12 കേസും 3,78,000 രൂപ കോടതിയിൽ ഫൈനായി ഞങ്ങൾ അടച്ചു. സമരസമിതി എല്ലാവരുടെ കയ്യിൽ നിന്നും 5ഉം 10 രൂപ വാങ്ങിയിട്ടാണ് 3,78,000 രൂപ കോടതിയിൽ അടച്ചിട്ടുള്ളത്. ഇനി ബാക്കി 64 ആളുടെ പേരിൽ വീണ്ടും കേസ് നിലനിൽക്കുകയാണ്. 6 കേസും ഇനിയും കോഴിക്കോട് കോടതിയിൽ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ സാർ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ കോഴിക്കോട്ടെ ആവിക്കൽ തോട് സമരത്തിലുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കും, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് മുഴുവൻ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞത്. വളരെ വൈകാതെ തന്നെ ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്നാണ് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഉറച്ചു നിൽക്കുകയാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കലും കേസ് പിൻവലിക്കലും നടന്നതോടെ കോതി ആവിക്കൽ തോട് സമരകാര്യത്തിലും പുതിയ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. അമൃത ന്യൂസ്, കോഴിക്കോട്. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ വിനോദസഞ്ചാര പദ്ധതി അധികൃതരുടെ അവഗണനയെ തുടർന്ന് നശിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആമ്പൽ പൂഞ്ചിറ ടൂറിസം പദ്ധതിയാണ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിപുലമായ പദ്ധതികൾ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വള്ളിക്കോട് പഞ്ചായത്തിലെ വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് 25 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് ആമ്പൽ പൂഞ്ചിറ പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ കൃത്യമായ സംരക്ഷണമില്ലാത്തതിനാൽ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്.
സന്ദർശകർക്കായി ഒരുക്കിയ ഇരിപ്പിടങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളും രാത്രികാലങ്ങളിലെ വെളിച്ചത്തിനായുള്ള വിളക്കുകളുമെല്ലാം ഇന്ന് ഉപയോഗശൂന്യം. വെളിച്ചമില്ലാത്ത ഈ പ്രദേശം രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. പ്രതീക്ഷിച്ചത് അതൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ആക്കി നീന്തൽക്കുളമൊക്കെ ഉണ്ടാക്കണമെന്ന ധാരണയിലാണ് ആരംഭിച്ചതെങ്കിലും ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ ടേക്ക് എ ബ്രേക്കൊക്കെ പണിതു. നല്ല മനോഹരമായ ഒരു ശൗചാലയമായിരുന്നു. പക്ഷേ അത് അവിടുത്തെ സാമൂഹിക വിരുദ്ധരത് നശിപ്പിക്കാനിടയായ സാഹചര്യം ഉണ്ടായി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുകൂടി നടന്നു പോകാനൊക്കത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ സ്ഥലം അക്വയർ ചെയ്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമുക്ക് സ്ഥലം വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് കുട്ടികൾക്ക് പിന്നെ നീന്തൽ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യവും വന്നു. ഫണ്ടൊരു പ്രശ്നമായിരുന്നു. ഇനിയായാലും ചുറ്റുവട്ടമുള്ള സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ ഒരു നീന്തൽക്കുളവും ഒപ്പം ചിൽഡ്രൻസ് പാർക്കും ഉണ്ടാക്കാൻ കഴിയും. ഇടയ്ക്ക് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തിയതാണെങ്കിലും ആരുടെയും ശ്രദ്ധയില്ലാത്ത സ്ഥലം വീണ്ടും പഴയപടിയായി. വലിയ ടൂറിസം സാധ്യതകളുള്ള ആമ്പൽ പൂഞ്ചിറയെ സംരക്ഷിക്കാൻ ശാശ്വതമായ പദ്ധതികളാണ് ഇനി വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം പേരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ കസ്റ്റമർ സേഫ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 48 പവൻ സ്വർണം കാണാതായിരിക്കുന്നു. ആ ഒരു പരാതിയിൽ ഒരു ദുരൂഹത തുടരുന്നുണ്ട്. ബാങ്ക് അധികൃതരിൽ നിന്ന് വ്യക്തമായ വിശദീകരണം ലഭിച്ചില്ല എന്നാരോപിച്ച് പരാതിക്കാരിയും കുടുംബവും ബാങ്കിന് മുന്നിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് തട്ടിപ്പാണെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. 2013 കൊല്ലം പേരൂർ സ്വദേശിനിയായ ആർ ധന്യ പേരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലോക്കർ എടുത്തത്. തുടർന്ന് ഘട്ടം ഘട്ടമായി 48 പവൻ സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചുവെന്നാണ് കുടുംബത്തിന്റെ വിശദീകരണം. 2024 ഡിസംബർ 10 ബാങ്കിലെത്തി ഒരു കൈച്ചെയിൻ മാത്രം എടുത്ത് മടങ്ങിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 27 വീണ്ടും ലോക്കർ പരിശോധിച്ചപ്പോഴാണ് സ്വർണം കാണാനില്ലെന്ന് മനസ്സിലായതെന്ന് ധന്യ ആരോപിക്കുന്നു. സംഭവത്തിൽ ബാങ്ക് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർന്ന് കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ സ്വർണം കണ്ടെത്താനോ സംഭവത്തിൽ വ്യക്തത വരുത്താനോ കഴിഞ്ഞിട്ടില്ലെന്നും കുടുംബം പറയുന്നു. നമ്മൾ ഏപ്രിൽ മാസം 27 കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞാൻ 28 വീണ്ടും SP ഓഫീസിൽ ചെന്ന് മാഡത്തിനെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമായിട്ട് എൻ്റെ കേസ് FIR ഇടിയോ അതിന് നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ മെയ് 5 കമ്മീഷൻ ഓഫീസിൽ നേരിട്ട് ചെന്ന് ഹേമലത മാഡത്തിനെ നേരിട്ട് കണ്ട് എൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ പോലീസ് അന്വേഷണം നടക്കുന്നു, SP സ്പെഷ്യൽ ബ്രാഞ്ച് ഏറ്റെടുത്ത് എൻ്റെ കേസ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ 3 ആഴ്ച എനിക്കൊരു നീതി ഒരിടത്തും കിട്ടുന്നില്ല. ഞാൻ ബാങ്കിന് ഒരു ഉത്തരവാദിത്വ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ബാങ്കിൻ്റെ ഭാഗത്ത് എനിക്ക് കിട്ടുന്ന മറുപടി. അതേസമയം പരാതിയുമായി ബന്ധപ്പെട്ട് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അന്വേഷണത്തിനായി ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും ബാങ്ക് പ്രസിഡന്റ് ചൈത്ര ഡി തമ്പാൻ അറിയിച്ചു. പരാതിക്കാരിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ബാങ്ക് അധികൃതരും കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ബാങ്കിലെത്തി രേഖകൾ പരിശോധിക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു. സ്വർണം എവിടെ പോയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ലഭിക്കാത്ത സാഹചര്യത്തിൽ കൃത്യമായ ഉറപ്പും നടപടിയും ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നാണ് ധന്യയുടെയും കുടുംബത്തിന്റെയും നിലപാട്. അമൃത ന്യൂസ്, കൊല്ലം. ഈ കനത്ത മഴ പല ഭീതികൾ ഉണ്ടാക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഈ സാംക്രമിക രോഗങ്ങൾ അത് കൂടുതലായി ഉണ്ടാകുന്നതൊക്കെ ഒരു ഭീഷണി നമുക്കുണ്ടാക്കുന്നുണ്ട്. എന്നാലും മഴ ആരംഭിച്ചതോടെ സാംക്രമിക രോഗഭീതിയിലാണ് ആലപ്പുഴ ജില്ല. പാരിസ്ഥിതിക പ്രത്യേകതകൾക്കുണ്ട്. പകർച്ചവ്യാധികളുടെ പ്രഭവ കേന്ദ്രമായ ആലപ്പുഴയിൽ ജപ്പാൻ ജ്വരത്തിനും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പിന്നാലെ മുണ്ടിനീരും മഞ്ഞപ്പിത്തവുമാണ് പുതിയ ആശങ്ക. മഴയെത്തിയതോടെ ആലപ്പുഴയിൽ പകർച്ചവ്യാധികളും പതിയെ തലപൊക്കി തുടങ്ങി. ചേർത്തലയിൽ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവും ജില്ലയിൽ ആശങ്ക പടർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുണ്ടിനീരും മഞ്ഞപ്പിത്തവും പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ബുധനാഴ്ച മാത്രം 2 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുണ്ടിനീര് പടർന്നതോടെ സ്കൂളുകൾ അടച്ചിരുന്നു. എന്നാൽ ഇത്തവണ സ്കൂൾ തുറക്കും മുൻപേ രോഗബാധയുണ്ടായി. മഞ്ഞപ്പിത്തവും 2 പേർക്ക് സ്ഥിരീകരിച്ചു. വൈറൽ പനി ബാധിതരുടെയും വയറിളക്ക രോഗികളുടെയും എണ്ണവും ഉയരുകയാണ്. ബുധനാഴ്ച 403 പേർക്കാണ് വൈറൽ പനി പിടിപെട്ടത്. വയറിളക്ക രോഗത്തിന് ഇതുവരെ 112 പേർ ചികിത്സ തേടി. 7 പേർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു. ഡെങ്കിപ്പനി സംശയത്തോടെ 3 പേർ ചികിത്സ തേടി. ഒരാൾക്ക് എലിപ്പനിയും ബാധിച്ചു. അമ്പലപ്പുഴയിൽ H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പരക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മഴക്കാലം മുന്നിൽ കണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വൈകുന്നതാണ് കൂടുതൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള പ്രധാന കാരണം.
നഗരത്തിൽ മാത്രം മലിനമായ തോടുകളും കനാലുകളും നിരവധിയാണ്. ഇവ വൃത്തിയാക്കാൻ അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമം തുടങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ ആരോഗ്യരംഗം കൂടുതൽ പ്രതിസന്ധികൾ വിളിച്ചുവരുത്തും. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഒന്നടങ്കം. പക്ഷേ പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണ്. പുതിയ നിലപാടുകൾ അമേരിക്കയും ഇറാനും ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സമ്പുഷ്ട യുറേനിയം വിദേശത്തേക്ക് മാറ്റണമെന്ന US നിലപാടിനെ തള്ളുകയാണ് ഇറാൻ. യുറേനിയം മാറ്റാതെ സമാധാന ചർച്ചകളോ വെടിനിർത്തലോ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രയേലും പറയുന്നത്. സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി യുറേനിയം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്തണമെന്നാണ് ഇറാന്റെ വാദം. എന്തായാലും ഇതോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ തുടരുന്ന സമാധാന ചർച്ചകളിൽ US-ന്റെ പ്രധാന ആവശ്യത്തിന്മേൽ ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണ്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്ത് നിന്ന് മാറ്റില്ല എന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി നിർദ്ദേശിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആണവശേഖരം വിദേശത്തേക്ക് മാറ്റണമെന്ന US നിലപാടിനെയാണ് ഇറാൻ എതിർക്കുന്നത്. അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാനിൽ നിന്ന് മാറ്റാതെ സമാധാന ചർച്ചകളോ വെടിനിർത്തലോ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റുമെന്ന് US ഉറപ്പു നൽകിയതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു. അതേസമയം യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റിയാൽ ഭാവിയിൽ US-ൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ പ്രതിരോധം ദുർബലമാകുമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി ഈ ശേഖരം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ടെഹ്റാൻ വിലയിരുത്തുന്നു. US-ഇസ്രായേൽ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഒരു ഭാഗം വിദേശത്തേക്ക് മാറ്റാൻ ഇറാൻ ആദ്യം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വാഷിംഗ്ടണിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള സൈനിക ഭീഷണികൾക്ക് ശേഷം ഈ നിലപാടിൽ ഇറാൻ മാറ്റം വരുത്തുകയായിരുന്നു. യുറേനിയം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന് പകരം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ അതിന്റെ സാന്ദ്രത കുറയ്ക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ചർച്ചകളിൽ ഉയർന്നു വരുന്നത്. ഇതിനിടെ ഇറാൻ സമാധാന ചർച്ചകൾ വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ നയതന്ത്രം ശക്തമാക്കി. ആണവ വിഷയത്തിൽ ടെഹ്റാൻ നിലപാട് മയപ്പെടുത്തിയില്ല എങ്കിൽ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് US-ന്റെ ഭീഷണി. അതേസമയം യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും വ്യത്യസ്ത അഭിപ്രായമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ദുർബലമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 6 ആഴ്ചകൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി കുറച്ച് അടുക്കള വിശേഷങ്ങളിലേക്കാണ്. സ്ത്രീകൾ അടുക്കളയിലെ റാണികൾ എന്നാണ് പൊതുവെ പറയുന്നത്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലുണ്ടൊരു അടുക്കള റാണി. പക്ഷേ ഈ അടുക്കള റാണി കൂടെ ഉണ്ടെങ്കിൽ ആർക്കും അടുക്കളയിൽ റാണിയായി മാറാമെന്നതാണ് പ്രത്യേകത. അതെന്താണെന്നല്ലേ ആ വിശേഷം ഒന്ന് നോക്കാം. വിവാഹശേഷം ജോലി നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചെറുകിട സംരംഭം ഇന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വൻ ഹിറ്റാണ്. അടുക്കള റാണി എന്ന പേരിൽ അശ്വതി ആരംഭിച്ച പൊടിക്കൂട്ടുകളാണ് ഇന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അടുക്കളകളിൽ രുചി നിറയ്ക്കുന്നത്. വീട്ടിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും സംരംഭം ആരംഭിക്കണമെന്ന താല്പര്യമാണ് അശ്വതിയെ ഈ മായമില്ലാത്ത പൊടിക്കൂട്ടുകളിലേക്ക് എത്തിച്ചത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പൊടികളും ശുദ്ധമായി പൊടിച്ചെടുത്താണ് അശ്വതി വിപണിയിലെത്തിക്കുന്നത്. എന്ത് ചെയ്യാം, സ്വന്തമായിട്ടും അത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഒരാൾക്ക് നമുക്കൊരു സാധനം നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാം എന്നുള്ളൊരു ആലോചന എത്തിയപ്പോൾ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, നമുക്കിതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഐറ്റംസ് നമുക്ക് കഴുകി ഉണക്കി മാർക്കറ്റിൽ കൊടുക്കാം. പക്ഷെ ഞങ്ങളിത് അന്വേഷിച്ച് മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സത്യം പറഞ്ഞ മുളക് പൊടിയൊന്നും നമുക്ക് എന്ത് വിശ്വസിച്ചാണ് കഴിക്കണതെന്നും കൂടി എനിക്കറിയില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വില കാരണം വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. അത്ര വിലയ്ക്കാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ മുളക് പൊടി കിട്ടുന്നത്. സാധാരണ വിപണികളിൽ കണ്ടുവരുന്ന പൊടിക്കൂട്ടുകൾക്ക് പുറമെ ABC പൗഡർ, ബീട്രൂട്ട് പൗഡർ, ക്യാരറ്റ് പൗഡർ, ബനാന പൗഡർ, ഡ്രൈ ഒണിയൻ തുടങ്ങിയവയും അശ്വതിയുടെ അടുക്കള റാണിയിൽ ഉൾപ്പെടുന്നു. മൊത്ത വിപണിയിൽ നിന്ന് സാധനങ്ങളെടുത്ത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കിപ്പൊടിച്ചാണ് എല്ലാം മാർക്കറ്റിലെത്തിക്കുന്നത്. മായമില്ലാത്ത ശുദ്ധമായ പൊടികൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശവും അശ്വതിയുടെ ഈ സംരംഭത്തിന് പിന്നിലുണ്ട്. അടുക്കളയിൽ രുചി നിറയ്ക്കുന്ന എല്ലാ പൊടികളും ശുദ്ധമായി തന്നെ വിതരണം ചെയ്യുന്നതിനാൽ അടുക്കള റാണിക്ക് ആവശ്യക്കാരും ഏറെയാണ്. അങ്ങനെ മായമില്ലാത്ത രുചി അടുക്കളയിൽ നിറച്ച് അടുക്കള റാണി കഞ്ഞിക്കുഴിയും കടന്ന് മുന്നേറുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. തീരദേശ മേഖലയിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത യുവ കർഷക കൂട്ടായ്മ തൃശൂർ മതിലകം പുതിയകാവിലാണ് മണ്ണിലിറങ്ങിയ മൂവർ സംഘം തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്തത്. പ്രതിസന്ധികൾ പലതുണ്ടായിയെങ്കിലും അതിനെല്ലാം ആത്മവിശ്വാസം കൊണ്ട് നേരിട്ടു എന്ന് ഇവർ പറയുന്നു. വിവിധ
വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മതിലകം സ്വദേശികളായ മുഹമ്മദ് നബ്ജാൻ, മാസിൻ പി സുനിൽ, തമീസ് സഹൽ എന്നിവരാണ് ആദ്യമായി നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. 2 മാസം മുൻപാണ് ഇവർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നബ്ജാന്റെ വീടിനോട് ചേർന്ന ബന്ധുവിന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി 2000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു കൃഷി. മതിലകം കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ നടന്ന കൃഷിക്ക് 60 ദിവസം പിന്നിട്ടപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചത്. 3 പേര് വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേര ചർച്ചയിൽ നമ്മുടെ സുഹൃത്ത് സമീസാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയൊരു സംരംഭം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തമീസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള തണ്ണിമത്തനാണ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നത്. ഇനിയും കൃഷി തുടരാനാണ് മൂവരുടെയും തീരുമാനം. പിന്തുണയുമായി നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഇവർക്കൊപ്പമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കോടി ക്ലബിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൂട്ടായ്മ എന്നാണ് IB റിപ്പോർട്ട്. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പഴയ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ പുതിയ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം നടപടിക്കൊരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ മറ്റു പാർട്ടികളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ അവരെ ആശങ്കയോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഈ ജെൻസികൾ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ ലോകത്ത് പലയിടത്തും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണോ ഇവരുടെ ആശങ്കയ്ക്കൊരു കാരണം എന്നുള്ളതുകൊണ്ട് അപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ പറയുന്നത് അത്ര വലിയ പ്രശ്നക്കാരല്ല, ഈ നിരോധിക്കാൻ മാത്രം എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്ന് അവർ ചോദിക്കുന്നുമുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീജ, സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവരുടെ ആദ്യത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കേന്ദ്ര സർക്കാർ വിലക്കിയത്. അതിന് വിലക്കിയ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നതിൽ ഒരു വിശദീകരണം നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന് ഭീഷണിയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു അക്കൗണ്ട് റദ്ദ് ചെയ്തതിന് തൊട്ട് പിന്നാലെ CJP പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കവച്ചു വെച്ചുകൊണ്ട് ഏകദേശം 18.8 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ CJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ മിനിറ്റ് കഴിയുന്തോറും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായും രാജ്യ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും വീണ്ടും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത നടപടിയായി ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ഒരു വിലക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. എന്തായാലും കേവലം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരമൊരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ട്. മെയ് 16 ഈ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി, പുതിയൊരു അക്കൗണ്ട് വഴി ഇത്തരത്തിലൊരു ആരംഭം കുറിക്കുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഒരു പിന്നിലെ കഥ നമുക്കറിയാം. ഒരു വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശം, ആ പരാമർശത്തിന് തൊട്ട് പിന്നാലെയാണ് യുവാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ വളരെ സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്തിരുന്ന അദ്ദേഹം, അതായത് ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇത്തരം വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തുടങ്ങിയതിന് പിന്നാലെ നിരവധി യുവാക്കളാണ്, മില്യൺ കണക്കിന് യുവാക്കളാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇവർക്ക് പിന്നിലാണ് നിരുന്നത്. അതിനുശേഷമാണ് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ഇത്തരത്തിൽ ചോർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ജെൻസി വിഭാഗം ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കൂടുതൽ സജീവമാകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം അല്ലെങ്കിൽ IB നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിലൊക്കെ തന്നെ ജെൻസി പ്രക്ഷോഭം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്കൊരു മൂവ്മെൻറ്റിലേക്ക് പോകുമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നോക്കിക്കണ്ടത്. അതിൻ്റെ പിന്നാലെയാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും തൊട്ട് പിന്നാലെയാണ് കോക്രോച്ച് പാർട്ടീസ് ബാക്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടുകൂടെ വീണ്ടും അവർ രംഗത്ത് വരുന്നത്. ആ വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 18.8 മില്യൺ ഫോളോവേഴ്സ്
ഫോളോവേഴ്സാണ് നിലവിലുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവരുടെ അക്കൗണ്ട് വിലക്കിയതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശശി തരൂർ MP ഇതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രവുമല്ല, മഹുവ മൊയ്ത്ര അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. അത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ അഭിജിത്ത് ദീപ് കെ പോലും ഇത് തുടങ്ങി വെച്ച പുള്ളിക്കാരൻ പോലും ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, മറ്റു പാർട്ടിയിലെ നേതാക്കളൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാരിന് നേരെയുള്ള ഒരു അറ്റാക്കായി തന്നെ കണക്കാക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ള വിശദീകരണം ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ നൽകുകയുണ്ടായി. അതായത് ചില യുവാക്കൾ ഇല്ലാത്ത ചില യുവാക്കൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നു, അവർ ഈ പാർട്ടികളെ പോലെയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശം. തൊട്ടു പിന്നാലെ തന്നെ ഈ പറഞ്ഞതുപോലെ അഭിജിത്ത് അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടികൾക്കെല്ലാം കൂടി ചേർന്ന് ഒരു പാർട്ടി രൂപീകരിച്ചുകൂടാ എന്നുള്ളൊരു പരാമർശം നടത്തിക്കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു ക്യാമ്പയിന് തുടക്കമായതും ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ മിനിറ്റുകൾക്കുള്ളിലാണ് ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അത് ഈ ചെറിയൊരു നമ്പർ അല്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 18.8 മില്യൺ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ ഇന്റർനാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന BJPക്കോ അവരുടെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കാത്തത്ര ഫോളോവേഴ്സ് ഈ ദിവസങ്ങൾ കൊണ്ട്, കേവലം 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, തൊട്ട് പിന്നെ ഇന്നിതാ 22-ആണ്, 6 ദിവസം കൊണ്ടാണ് ഈ വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയേണ്ടത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെ ഇടപെടലുകളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് വിഷയങ്ങളിലേക്ക് ഈ CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഇടപെടുന്നു അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ നടത്തുന്നു എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കി കാണേണ്ടതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റു പല ആവശ്യങ്ങളിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇടപെടൽ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. രാജ്യത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. തീർച്ചയായും ലിജൻ. എന്തായാലും കേന്ദ്ര സർക്കാർ വിലക്കുമായി വരുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് ഇനി എങ്ങനെയായിരിക്കും ഏവരും ഉറ്റുനോക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെ ഒഴിവാക്കി സന്ദീപിനെ പോലീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബി ജോൺ തോമസ് ചേരുകയാണ്. ബി, നമ്മൾ ആദ്യമേ സതീശൻ പറഞ്ഞതാണ് തങ്ങളുടെ കുട്ടികളെ തൊട്ടേ ആരെയും വെറുതെ വിടില്ല എന്ന്. അദ്ദേഹം ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ ആ ഒരു തീരുമാനം അറിയിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുടർ നടപടികൾ വന്നിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെ ഒഴിവാക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ. ശ്രീജ, ഇത് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നേരത്തെ Z+Z സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഇതിപ്പോൾ ഒരു വൈ കാറ്റഗറി സുരക്ഷയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള നിരവധിയായിട്ടുള്ള ഒരു വാഹനങ്ങളുടെ അകമ്പടിയോ ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയിപ്പോൾ പിണറായി വിജയൻ ഉണ്ടാകില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി എന്നീ ഈ 2 നിലകളിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സുരക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സന്ദീപ്, അനിൽകുമാർ, ഈ 2 പേരാണ് അന്ന് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓമന പേരിട്ട് വിളിച്ച ആ ആക്രമണത്തെ അതിലുണ്ടായിരുന്നത്. അതിൽ 2 പ്രതികളായിട്ടുള്ള ആളുകൾ സന്ദീപും അനിൽകുമാറുമാണ്. അനിൽകുമാർ വളരെ വർഷങ്ങളായി പിണറായി വിജയനോടൊപ്പം തന്നെ ഉള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പിണറായിയോടൊപ്പം തന്നെയുണ്ട്. സന്ദീപിനെ തിരിച്ച് പോലീസിലേക്ക് എടുത്തിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതിന്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പം ഈ അന്വേഷണം നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരിക്കലും അവർക്കെതിരെ ഒരു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമായിരിക്കും അവർക്കെതിരെ നടപടികൾ ഉണ്ടാവുക. അത് സ്വാഭാവികമായും ഈ 2 പേർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തരത്തിലുള്ള തർക്കവുമില്ല. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ
വി ഡി സതീശൻ അധികാരത്തിലേക്ക് വന്ന ആ ദിവസം തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ഞങ്ങൾ ഒന്നും തന്നെ മറക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി അതനുസരിച്ചുള്ള നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇവർക്കെതിരെ വകുപ്പുതല നടപടിയും ക്രിമിനൽ നടപടിയും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും സന്ദീപ് തിരിച്ച് പോലീസിലേക്ക് വന്നിരിക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് പല മൊഴിയെടുക്കൽ പോലുള്ള നടപടികളിലേക്ക് ഇവർ വരേണ്ടതും ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ അനിൽകുമാർ ഡൽഹിയിലാണുള്ളത്. ഇന്നിപ്പോൾ CPM-ന്റെ ഉന്നതതല യോഗങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പിണറായി വിജയൻ അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അനിൽകുമാർ പിണറായിയുടെ കൂടെ തന്നെയാണ്, അവിടെയാണുള്ളത്. ഒപ്പം സന്ദീപ് പോലീസിലേക്ക് തിരികെ വരികയും ചെയ്തിരിക്കുകയാണ്. അന്വേഷണം അതിന്റെ വഴിയിൽ തുടരുകയും ചെയ്യുന്നു. 15 ദിവസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് വളരെ വേഗം സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, എബി, അതുപോലെ UDF മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വേദിയിൽ തിക്കും തിരക്കുമുണ്ടായ സംഭവം അന്വേഷണത്തിന് വരികയാണല്ലോ. പോലീസിന്റെ അനുവാദമില്ലാതെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരും കയറി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വലിയ രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസാണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം പോലീസിന്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും സ്വീകരിക്കാതെയാണ് ആ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും, ഒപ്പം തന്നെ പ്രവർത്തകർ മാത്രമല്ല അതിനപ്പുറത്തേക്ക് IAS IPS ഉദ്യോഗസ്ഥർ വരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തരത്തിലുള്ള ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള നടപടികളിലേക്കാണ് കടന്നത് എന്നുള്ളതാണ്. അതിൽ സുരക്ഷ അതീവ സുരക്ഷ ഉള്ള ആളുകൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു, രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു, കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. അങ്ങനെ സുരക്ഷയിൽ തന്നെ വലിയ രീതിയിൽ സുരക്ഷകളുള്ള ആളുകളൊക്കെ തന്നെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ലാതെ IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് കയറുകയും ഒരു നിബന്ധനകളും പാലിക്കാതിരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം അവിടെ അനിഷ്ട സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആ നിലയ്ക്ക് ഇതിനെ ഏറ്റവും ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് അഡ്രസ് ചെയ്തതും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ വകുപ്പുകൾക്കും ഈ ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിലാണോ ഉള്ളത് ആ വകുപ്പ് തലത്തിലുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അന്നത്തെ ആ തിക്കും തിരക്ക് നമ്മൾ സ്വാഭാവികമായും ഒരുപക്ഷെ നമുക്ക് ഒരു ജനകീയ സത്യപ്രതിജ്ഞ എന്നൊക്കെ വളരെ ഓമനപ്പേരിട്ട് വിളിക്കാമെങ്കിൽ പോലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഒരു തരത്തിലുള്ള പ്രോട്ടോകോളും പാലിക്കാതെയാണ് അത്രയും വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് സ്റ്റേജിലേക്ക് വിരച്ചു കയറിയത് എന്നുള്ളതാണ്. അതിൽ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. തീർച്ചയായും പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നു. എബി ജോൺ തോമസ് ആണ് 2 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ശരിയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓഹരി വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് അതിന്റെ സ്വാധീനവും ഉണ്ടാവും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്നതും രൂപയുടെ മൂല്യം 96 എന്ന നിലവാരത്തിന് താഴേക്ക് എത്തിയതുമെല്ലാം വലിയ തോതിൽ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയും ഒരു പരിധിവരെ വിപണിയുടെ വീഴ്ചയിൽ നിർണായകമാണ്. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വിൽപ്പന തുടർന്നു. വരും ദിവസങ്ങളിലും ഓരോ നിലപാടുകൾ നിർണായകമായിരിക്കും. സാങ്കേതികമായി 23,400 എന്നുള്ളൊരു നിലവാരമാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ വിപണിയിൽ തുടർച്ചയായി വിൽപ്പന പ്രതീക്ഷിക്കാം. മുകളിലേക്കാണെങ്കിൽ 23,800 എന്ന നിലവാരമാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വരും ദിവസങ്ങളിലും ആഗോള സാഹചര്യങ്ങൾ വ്യക്തമായി തന്നെ വിപണിയെ സ്വാധീനിച്ചേക്കും. ഇറാൻ US സംഘർഷാവസ്ഥ കുറഞ്ഞെങ്കിലും അത് ഒരു സമാധാന കരാറിലേക്ക് എത്താത്തതും ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുഗമമാകാത്തതും എല്ലാമാണ് ഇപ്പോഴും വിപണിയെ സ്വാധീനിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മളത്രയും
എണ്ണയെ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. സമ്പദ് രംഗത്ത് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവ് പണപ്പെരുപ്പം ഉണ്ടാക്കിയേക്കുമെന്നും അത് വരും നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ഈ ഒരു നടപ്പ് പാദത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലത്തെ ബാധിച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക വിപണിയിലുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനമാണ് വിപണിയിൽ പ്രത്യേകിച്ചും മറ്റ് ലോക വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിപണിയിലുണ്ടാകുന്ന ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ ഇറാൻ US തമ്മിലുള്ള ആ ഒരു സംഘർഷാവസ്ഥയെല്ലാം വിപണിയെ സംബന്ധിച്ചിടത്തോളം അത് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാധീനം വിപണിയിൽ കുറഞ്ഞേക്കാം. വിപണിയിൽ അത് വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയേക്കില്ല. എന്നാൽ ഈ ഒരു ഘടകങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനം. എന്തായാലും ഇന്ന് മാറ്റമില്ലാതെ ആയിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. നന്ദി ശ്രീ ദിലീപ്. വിവരങ്ങളുമായി ഇപ്പം ചേരുന്നത് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ്. കുവൈറ്റിൽ കഴിഞ്ഞയാഴ്ച പിടിയിലായ ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള പ്രതികളെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൈമാറാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. പ്രതികൾക്കെതിരെ വധശ്രമം, അതിർത്തി ലംഘനം, അനധികൃത ആയുധം കൈവശം വയ്ക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കവെയാണ് 6 അംഗ സംഘത്തിലെ 4 പേർ കുവൈറ്റ് സുരക്ഷാ സേനയുടെ പിടിയിലായത്. തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്ത സംഘത്തിലെ 2 പേർ കടന്നുകളയുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയുയർത്തുന്ന രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതികളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരീക്ഷണ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ആരോഗ്യ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം വിലയിരുത്തുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി അഹമ്മദ് അലി അൽസായിഖ് പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിലാണ് മുൻകരുതൽ അവലോകനം ചെയ്തത്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പ്രവേശന കവാടങ്ങളിൽ ആരോഗ്യ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ഇതിനകം ശക്തമാക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ എല്ലാ ആശുപത്രികളും മെഡിക്കൽ സംഘങ്ങളും സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വാർത്തകൾ മാത്രം വിശ്വസിക്കണമെന്നും വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബലിപെരുന്നാളാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 3 ദിവസം ഷാർജയിൽ സൗജന്യ പൊതു പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. എമിറേറ്റിലെ സ്റ്റാൻഡേർഡ് പെയ്ഡ് പാർക്കിംഗ് ശനിയാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ഫീസ് ഈടാക്കുന്ന പാർക്കിംഗ് സോണുകൾക്ക് ഈ ഇളവ് പക്ഷേ ബാധകമല്ല. ദുബായിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷന്റെ അവകാശ സംരക്ഷണത്തിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അധ്യക്ഷനായ യോഗത്തിൽ ബധിരരും കേൾവിക്കുറവുള്ളവരുമായ സമൂഹത്തിനായി ദുബായ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻ സൈൻ ലാംഗ്വേജ് പ്ലഡ്ജ് എന്ന പ്രതിജ്ഞയും ഒപ്പുവച്ചു. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനും അവരുടെ കുടുംബാംഗങ്ങൾക്കും മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് യോഗത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സേവന ലഭ്യത, ആശയവിനിമയം, സാമൂഹിക പങ്കാളിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപിത സഹകരണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ന്യൂഡൽഹിയിൽ നടത്താനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി മാറ്റിവെച്ചു. ഈ മാസം 28 മുതലാണ് ഉച്ചകോടി നിശ്ചയിച്ചിരുന്നത്. കോങ്കോയിലെ സൗത്ത് കിവു പ്രവിശ്യയിൽ ഉൾപ്പെടെ രോഗം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഉച്ചകോടി നീട്ടിവെക്കാൻ തീരുമാനിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഉച്ചകോടിയുടെ പുതുക്കിയ തീയതികൾ ചർച്ചകളിലൂടെ പിന്നീട് തീരുമാനിക്കും. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പുണ്ട്. വിമാനത്താവളങ്ങളിലെ പരിശോധന, ക്വാറന്റൈൻ സംവിധാനങ്ങൾ, ലാബ് പരിശോധനകൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രാമഭംഗി ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്നവയാണ് പാലക്കാടൻ ഗ്രാമങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോട്ടിലെ കുടിലിടം ഒന്ന് കണ്ടുവരാം. ഗ്രഹാതുരമായ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇവിടം.
മലയും വയലും പുഴയും കരിമ്പനകളും നിറഞ്ഞ പാലക്കാടൻ ഗ്രാമങ്ങൾ. പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് ഈ കാഴ്ചകൾ. കളേഴ്സ് ഓഫ് ഭാരത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്ത് അവയുടെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചു. കേരളത്തിലെ പാലക്കാട്ടുള്ള കൊല്ലങ്കോട് അതിൽ 3ാം സ്ഥാനത്തിൽ ഇടം പിടിച്ചു. മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ആ ട്വീറ്റ് പങ്കുവച്ചതോടെ സംഗതി വൈറലായി. അതിന് പിന്നാലെയാണ് ഈ കുടിലിടവും പിറക്കുന്നത്. കൊല്ലങ്കോട് സ്വദേശി സക്കീർ ഹുസൈൻ്റെതാണ് കുടിലിടം എന്ന ആശയം. താമരക്കുളവും ചെറിയ കുടിലുകളും പൂന്തോട്ടവും എല്ലാം കുടിലിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ഈ ഗ്രാമഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തും. ചക്രവും തേക്കുകൊട്ടയും ചെറുവെള്ളവും തവളക്കുളവും എല്ലാം ഒരുക്കി വയൽക്കാഴ്ച കൂടുതൽ മനോഹരമാക്കി. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊല്ലങ്കോടിൻ്റെ വൈബ് പറയാം. കംപ്ലീറ്റ് വെള്ളച്ചാട്ടങ്ങൾ, 17 വെള്ളച്ചാട്ടങ്ങൾ സജീവമാകും. പിന്നെ ഞങ്ങളുടെ എല്ലാ ഗ്രാമത്തിൻ്റെ ഓരോ ചെറുവീഥികളും മനോഹരമാണ്. അത് പ്രകാരം ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. വലിയ ഇതൊന്നും ഇല്ലാതെ ആ ഗ്രാമത്തിൻ്റെ ഒരു എല്ലാ തരം വിശുദ്ധിയും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സീസൺ അല്ലാതിരുന്നിട്ട് പോലും നിരവധി ആളുകളാണ് കുടിലിടത്തിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. കുറേ പൂക്കളും പഴയ ഒരു രീതി നന്നായിട്ടുണ്ട്. നമ്മളവിടെ പാടുണ്ടെങ്കിലും മലയും പാടൊന്നും കാണുന്നത് ഗുണമില്ല. കല്യാണത്തിന് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. നിരവധി കുട്ടികളും കൗമാരക്കാരും ഈ കുടിലിടം തേടി എത്താറുണ്ട്. മൺസൂൺ ആരംഭിക്കുന്നതോടെ കുടിലിടത്തിന്റെ സൗന്ദര്യം ഇനിയും വർദ്ധിക്കും. ശുദ്ധവായുവും പ്രകൃതിയുടെ ഏകാന്ത സൗന്ദര്യവും എല്ലാം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഇവിടം സ്വർഗമാണ്. സിറ്റിയിലെയും ഡിജിറ്റൽ ലോകത്തിലെയും തിരക്കുകൾക്കിടയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കൊല്ലങ്കോട്ടെ ഈ കുടിലിടത്തിലേക്ക് നിങ്ങൾക്ക് വരാം. പാലക്കാടൻ ഗ്രാമങ്ങളുടെ മുഴുവൻ സൗന്ദര്യവും ഇവിടെയുണ്ട്. ക്യാമറാമാൻ സുനിലിനൊപ്പം മാധുര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് ചെന്നൈയെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഉയർത്തിയ 230 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 13.4 ഓവറിൽ 140 റൺസിന് ഓൾ ഔട്ടായി. സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കായപ്പോൾ 17 പന്തിൽ 47 റൺസെടുത്ത ശിവം ദുബെയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. തോൽവിയോടെ 14 മത്സരങ്ങളിൽ 6 ജയവും 8 തോൽവിയും അടക്കം 12 പോയിന്റുമായി 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ചെന്നൈ സീസൺ അവസാനിച്ചപ്പോൾ 18 പോയിന്റുമായി ഗുജറാത്ത് ആദ്യ ക്വാളിഫയറിന് തൊട്ടരികിലെത്തി. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. നിലവിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനക്കാരായ ബംഗളൂരു ജയത്തോടെ 1ാം സ്ഥാനം ഉറപ്പിക്കാനാണ് ഇന്നിറങ്ങുന്നത്. അതേസമയം ഇന്ന് ഹൈദരാബാദ് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ 1ാമതെത്താം. രാത്രി 7:30 മുതൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL കിരീടം ഈസ്റ്റ് ബംഗാളിനാണ്. മോഹൻ ബഗാനെ മറികടന്നത് ഗോൾ ശരാശരി. ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ കിരീടമാണിത്. ലീഗിലെ അവസാന മത്സരത്തിൽ ഇരു ടീമുകൾക്കും 26 പോയിന്റ് വീതമായിരുന്നുവെങ്കിലും മികച്ച ഗോൾ ശരാശരിയുടെ കരുത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ 2-1 തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ ഈ ചരിത്ര വിജയം ആഘോഷിച്ചത്. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫുട്ബോൾ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ നേടുന്ന ആദ്യ കിരീടമാണിത്. 7 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട അൽ നാസർ FC-ക്ക് സൗദി പ്രൊഫഷണൽ ലീഗ് കിരീടം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി മണ്ണിൽ നേടുന്ന ആദ്യ ലീഗ് കിരീടമാണിത്. അവസാന നിമിഷം വരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ ജമാക് FC-യെ 1-4 ഗോളുകൾക്ക് തകർത്താണ് അൽ നാസർ കിരീടമുറപ്പിച്ചത്. കരിഞ്ചന്തയിൽ നിന്ന് LPG സിലിണ്ടർ വാങ്ങുന്നവർ പറ്റിക്കപ്പെടുന്ന വഴികൾ പലതാണ്. അത്തരത്തിൽ മീററ്റിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗ്യാസിന് പകരം വെള്ളം നിറച്ചാണ് ഉപഭോക്താവിനെ പറ്റിച്ചത്. മീററ്റിലെ താരാപുരിയിലാണ് പക്കോട കച്ചവടക്കാരൻ ഫാഹിം 14 കിലോ LPG 2500 രൂപ നൽകി വാങ്ങിയത്. അമിത വില നൽകിയെങ്കിലും ഗ്യാസ് കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ വീട്ടിലെത്തി പ്രവർത്തിപ്പിച്ചു നോക്കുമ്പോൾ ഈ സ്റ്റൗ കത്തുന്നില്ല. സ്റ്റൗവും റെഗുലേറ്ററും ട്യൂബും പലവട്ടം പരിശോധിച്ചുവെങ്കിലും ബർണറിലേക്ക് ഗ്യാസ് എത്തുന്നില്ല. അതോടെ സിലിണ്ടർ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങിയത്.
കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് പരാതിപ്പെടാനും കഴിഞ്ഞു. कितना पानी निकल रहा इसने चेक करके ले जो भी ले इंडियन का सिलेंडर है അംഗീകൃത വ്യാപാരികളിൽ നിന്ന് LPG സിലിണ്ടർ വാങ്ങിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചതി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.